എയ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്കിത് കിട്ടാനുള്ളൊരു കാരണം എയ്സാണ്. അത് ഒരൊറ്റ എക്സാം കാരണമാണ് മൊത്തം ഇത് മാറിയത് അല്ലേ? പഠനത്തിന് ഫോക്കസ്, പഠിക്കുന്ന സമയം നമ്മൾ പഠിക്കുന്നു, എൻജോയ് ചെയ്യുന്ന സമയത്ത് എൻജോയ് ചെയ്യുന്നു, രണ്ടും കൂടെ പോകുമ്പോൾ അതിന്റെ ഒരു ഹാപ്പി ആയിട്ട് പോകുന്നു. വന്നപ്പോഴാണ് നമ്മളിവിടെ ഇവിടുത്തെ കൾച്ചർ എൻ്റെ ഒരു ഡിഫറെന്റ് ആണ്. അത്ര സ്ട്രെസ് ഇല്ലാത്ത രീതിയിൽ പഠിക്കാം. അതുപോലെ ജസ്റ്റ് എല്ലാവരും നാട്ടിലെല്ലാവരും ഒരു റെസ്പെക്റ്റോടെ നോക്കുന്നുണ്ട്. ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഹായ് ഓൾ, എയ്സിൻ്റെ സക്സസ് സ്റ്റോറിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഈ വർഷത്തെ SSC GD എക്സാമിൽ BSF പോസ്റ്റ് നേടിയ ശ്രീജിത്ത് ആണ്. ശ്രീജിത്ത്, കൺഗ്രാജുലേഷൻസ്. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല അടിപൊളിയായിട്ട് ജോലി കിട്ടിയോണ്ടൊരു ഭയങ്കര സന്തോഷമുണ്ട്. ഓക്കെ, BSF ആണ് കിട്ടിയത് അല്ലേ? ഓക്കെ, BSF തന്നെയാണോ എയിം ചെയ്തത് അതോ? BSF ആയിരുന്നില്ല ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് പ്രിഫറൻസ് CSFനായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് കിട്ടുന്നത്. സെക്കൻഡ് ഓപ്ഷൻ ഞാൻ BSF ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആദ്യമായിട്ടാണോ ഈ SSC GD എക്സാം എഴുതുന്നത് അതോ ഇതിന് മുന്നേ എഴുതിയിട്ടുണ്ടോ? മുന്നത്തെ എക്സാം ക്ലിയർ ചെയ്തു, ഫിസിക്കൽ ക്ലിയർ ചെയ്തു. മെഡിക്കൽ ചെറിയൊരു ഇഷ്യൂ കൊണ്ട് റിജക്റ്റ് ആയി പോയതാണ്. അതായത് കഴിഞ്ഞ തവണ മെഡിക്കൽ 2024 ഇത്തവണ എല്ലാതും ക്ലിയർ ആയി. ഇപ്പൊ നമുക്ക് ഫിസിക്കൽ ഉണ്ട് അതുപോലെ തന്നെ. അപ്പൊ ഫിസിക്കൽ എങ്ങനെ ഉണ്ടായിരുന്നു? ഫിസിക്കലി ഇപ്രാവശ്യം കുറച്ച് ഹാർഡായിരുന്നു. കാരണം എല്ലാ കൊല്ലം പൊതുവെ റോഡിലായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ഈ വർഷം എൻ്റെ ഒരു ഡിഫറെന്റ് ആയിട്ട് ഗ്രൗണ്ടിലാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. എല്ലാ വർഷവും റോഡില്, ഇത്തവണ ഗ്രൗണ്ടിലായിരുന്നു. കാല് നമ്മൾ RFID ചിപ്പ് വെച്ചിട്ടായിരുന്നു. അതായത് സെൻസർ വെച്ചിട്ട് സെൻസ് ചെയ്യും എത്ര ടൈം കൊണ്ട് ഫിനിഷ് ചെയ്തു അല്ലേ? അപ്പൊ നമുക്ക് ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് പോലും നമുക്ക് കറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ആവുന്നുണ്ടോ? കുറച്ച് ടഫ് ആയിരുന്നു. അതായത് നിങ്ങളത് ഫിനിഷിംഗ് പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ അതാണ് കറക്റ്റ് ഡാറ്റ. 24 മിനിറ്റിലാണല്ലോ എത്തണം. 5 കിലോമീറ്റർ 24 മിനിറ്റിലാണല്ലോ എത്തണം. അപ്പൊ ആ ഒരു ടൈം കറക്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് അങ്ങനെ കുറെ പേര് അങ്ങനെ റിജക്ട് ആയി പോയിട്ടുണ്ട്. അപ്പൊ അത് കുറച്ച് ഹാർഡായിരുന്നു. പിന്നെ ഗ്രൗണ്ടിലാവുമ്പോൾ നമുക്ക് ഓടി ട്രൈ എക്സ്പീരിയൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ തന്നെ ടഫ് ഉണ്ടായിരുന്നു. ടഫായിരുന്നു. അപ്പോൾ ഫിസിക്കലിന് വേണ്ടിയിട്ട് എത്ര ടൈം പ്രാക്ടീസ് ചെയ്തു? നേരത്തെ ആള് ചെയ്തു തുടങ്ങിയോ അതോ എക്സാം ക്ലിയർ ആയ ശേഷം തുടങ്ങിയോ? എക്സാം ക്ലിയർ ആയതിനു ശേഷം പിന്നെ ഓൾറെഡി ഞാൻ ഡെയിലി ഫുട്ബോൾ കളിക്കുന്നുണ്ട്. അത്യാവശ്യം കളിക്കുന്നതൊക്കെ അതുകൊണ്ട് ഫിസിക്കലി കുഴപ്പമുണ്ടായിരുന്നു. ഞാൻ എക്സാമിനോട് അടുത്തുപോയി, ഫിസിക്കലിനോട് അടുത്തപ്പോൾ ഞാൻ ഒരു 1 മന്ത് ഒക്കെ ഗ്രൗണ്ടിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഒറ്റയ്ക്കോ അതോ ഫ്രണ്ട്സോ? ഫ്രണ്ട്സ് ഉണ്ടാവും. ഇവിടെ മഞ്ചേരിയിൽ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫിസിക്കലാണോ പാടായിട്ട് തോന്നി അതോ നിങ്ങൾക്ക് സാധാരണ നമ്മുടെ എക്സാം ആണോ റിട്ടേൺ എക്സാം ആണോ പാടായിട്ട് തോന്നി? ഫിസിക്കലി എനിക്ക് പറ്റും. ഞാൻ ഡെയിലി നമ്മൾ ഫിസിക്കലി ഒരു വർക്കൗട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുണ്ട്. എക്സാം എനിക്ക് ചില സബ്ജക്ട്സ് എനിക്ക് ടഫായിരുന്നു. അതിൽ ഏറ്റവും ടഫ് ഏതായിരുന്നു സബ്ജക്ട്? ടഫ് എന്ന് പറഞ്ഞാൽ മാത്സ് എനിക്ക് അത്യാവശ്യം അറിയാം. പക്ഷെ കുറച്ച് ടഫ്, ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് ടഫായിരുന്നു. ടൈം മാനേജ്മെന്റ് ഒരു വിഷയം ഉണ്ടായിരുന്നു. നമ്മളത് റെഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നു കാര്യങ്ങളെല്ലാം. അതായത് കൂടുതൽ ടൈം അതിനെ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ ചില ആൾക്കാർ ഇപ്പം ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ കുറേ കുട്ടികളുണ്ട്, അവർക്ക് എക്സാം പെട്ടെന്ന് പാസ്സാവും, ഫിസിക്കൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ചില ആൾക്കാർ ഇപ്പം നേരത്തേക്ക് നല്ലപോലെ ഫുട്ബോൾ കളിച്ചിട്ടാണെങ്കിലും കുറച്ച് ഫിസിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് എക്സാം ഒന്ന് ചെറുതായിട്ടൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ അവർക്ക് എന്താണെങ്കിലും ഒരു പോസ്റ്റ് എക്സാം എഴുതി കഴിയുമ്പോൾ GD നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് കിട്ടും. പ്രത്യേകിച്ച് SSCയുടെ എക്സാം എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത് GDക്കാണ്. ഒരുപാട് ഫിസിക്കലും അത്യാവശ്യം ഒരു 6 മാസമൊക്കെ നമുക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കയറി പോകാൻ പറ്റും ഗവൺമെന്റ് പോസ്റ്റ് ആണ് GD എന്ന് പറയുന്നത്. അതുമാത്രമല്ല ഇപ്പം നമ്മുടെ കുറേ സ്റ്റുഡൻസ് തന്നെ ഉണ്ട്, ഇപ്പം അവരൊക്കെ എക്സാം പാസ്സായിട്ടുണ്ട്, അവർക്ക് ഫിസിക്കൽ ഓടിയെടുക്കാൻ പറ്റില്ല. അതിനുള്ള റീസൺ വെച്ചാൽ ചെറിയ ടൈമിൽ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു 6 മന്ത് പറ്റുമെങ്കിൽ കൂടി അത്രയും ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഫിസിക്കലി ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് അത് പറ്റുള്ളൂ. അതങ്ങനെയുണ്ട്. പിന്നെ സെൻസർ വെച്ചിട്ടായതുകൊണ്ട് അതിന്റെ മൈന്യൂട്ട് ആയിട്ടുള്ള ടൈം കൂടെ സെക്കൻഡ് ഒരുപാട് പേരുണ്ട്. അതായത് റെയിൽവേ ഗ്രൂപ്പ് ഡിക്കൊക്കെ ഇതുപോലെ തന്നെ സെൻസർ വെച്ചിട്ട് തന്നെയാണ്. കാരണം എക്സ്പെക്ട് ചെയ്യും, അത് പാസ്സാവുന്ന എക്സ്പെക്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഇതുവഴി ഔട്ടായിട്ടുണ്ട്. ഇനി ഇപ്പം നിങ്ങൾക്ക് 4 സബ്ജക്റ്റാണ് ഉള്ളത്. അതായത് റീസണിങ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, മാത്സ് ഉണ്ട്, GK ഉണ്ട്. ഇതിനകത്ത് കൂടുതൽ ടൈം മാത്സിനകത്താണ് കൂടുതൽ ടൈം എടുത്ത്. പക്ഷേ എനിക്ക് റീസണിങ് ഭയങ്കര എളുപ്പമായിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്തത് ഏകദേശം ഒരു 18 മാർക്കോളം 18 ക്വസ്റ്റ്യൻസോളം എനിക്ക്
അതായത് ഓക്കെ 20 ക്വസ്റ്റ്യനാണ് റീസണിംഗ് ഉള്ളത്, അതിനകത്ത് 18 ക്വസ്റ്റ്യനും നിങ്ങൾ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. പറ്റി. പിന്നെ ജികെയിൽ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ പാർട്ടൊക്കെ ഓൾമോസ്റ്റ് എനിക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ജികെ എടുത്ത് പഠിക്കുന്നതെന്ന് വെച്ചാൽ എന്താ പറയുക, കൂടുതൽ മാർക്ക് വരുന്ന ടോപ്പിക്കുകൾ മാത്രമായിട്ട് കവർ ചെയ്ത്, അല്ല കോൺസ്റ്റിറ്റ്യൂഷൻ ആവട്ടെ അങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്, കറണ്ട് അഫയേഴ്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ നമുക്ക് കുറച്ചുകൂടെ നല്ല മാർക്ക് കിട്ടും. ഇംഗ്ലീഷോ? ഇംഗ്ലീഷ് ബേസ്ഡ് ആണ്, അത്യാവശ്യം സ്ലോ ഇതാണ്, പ്രയാസമാണ്. അപ്പം നമുക്കിപ്പം നിങ്ങളുടെ ഈ ഒരു എക്സാമിൻ്റെ പ്രത്യേകത വെച്ചാൽ എന്താണ് കട്ട് ഓഫ്, അത് ക്വാളിഫൈ ആവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷിനകത്ത് ഫുൾ മാർക്ക് വാങ്ങുക, മാത്സിനകത്ത് ഫുൾ മാർക്ക് വാങ്ങുക, അങ്ങനെയല്ല. അപ്പോൾ എവിടെ നിന്നൊക്കെ മാർക്ക് വാങ്ങാൻ പറ്റുമോ അവിടെ നിന്നൊക്കെ മാക്സിമം എത്തിപ്പിടിച്ചു. സ്കോർ ചെയ്തു. അതെ അതെ, അത് മാക്സിമം പഠിച്ച് അതൊന്ന് മാർക്ക് സ്കോർ ചെയ്യാം. മാത്സിലാണെങ്കിലും വരുന്ന ഇപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റ് അങ്ങനെ കുറച്ച് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് അത് പഠിക്കുക. അങ്ങനെ നമ്മൾ സെലക്ടഡ് ആയിട്ട് കുറച്ച് പഠിച്ചു. ഇപ്പോൾ ഹാർഡ് വർക്കിനെ കൂടി സ്മാർട്ട് വർക്ക്. അതെ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ അതിന് അനാലിസിസ് നടത്തിയോ? ഞാൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒരു പ്രീവിയസ് ഒരു കുറച്ച് എക്സാംസ് അറ്റൻഡ് ചെയ്തിട്ട് ഏതാണ് കൂടുതൽ എന്ന് മനസ്സിലാക്കിയിട്ട് അത് മാത്രം എടുത്തിട്ട്, അത് തന്നെയാണ് നല്ല രീതി. കാരണം നമ്മൾ പരത്തി പഠിച്ചിട്ട് കാര്യമില്ല. ഇത് ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് അല്ല, നമുക്കൊരു ജോലി എന്നുള്ളതിന് കട്ട് ഓഫ് കിടക്കുക. അതെ അതെ, അതന്നെ. നിങ്ങൾക്ക് എക്സാം ക്വാളിഫൈ ആയി അല്ലെങ്കിൽ ഫിസിക്കലി ക്വാളിഫൈ മെഡിക്കൽ പാസ്സായ ഒരു പോസ്റ്റാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, ജോബ്. അതെ അതെ. ഇപ്പോൾ നിങ്ങൾ SSC GD എന്ന് പറയുമ്പോൾ ഒരു യൂണിഫോം പോസ്റ്റ് നേരത്തെ ആഗ്രഹിച്ചിരുന്നോ? യൂണിഫോം പോസ്റ്റ് ആഗ്രഹിച്ചിട്ടുണ്ട്. ഇതിപ്പം ആദ്യമായിട്ടുള്ള എക്സാം ക്ലിയർ ചെയ്യണോ അതോ ഇതിന് മുന്നേ വേറെ ഏതെങ്കിലും ഒക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ടോ? ഞാൻ CPO ഡ്രൈവർ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ SSC ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ, SSC നേരത്തെ എക്സാം മെഡിക്കൽ പോയി SSC എക്സാം കിട്ടിയിട്ടുണ്ട്. ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല, ചെറിയ ഇഷ്യൂസ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇപ്പം ഇതിന് മുന്നേ കിട്ടി, ഇപ്പം അതിൻ്റെ ശേഷം മെഡിക്കൽ ഇതായില്ല, ഇപ്പം മൂന്നാമത്തേലാണ് കിട്ടിയത്. അപ്പം നമുക്ക് കിട്ടാത്തപ്പോൾ ഒരുപാട് നിരാശയൊക്കെ വരും, ഡൗൺ ആവും. അപ്പം അതെങ്ങനെ ഓവർകം ചെയ്തു എന്ന് പറയോ? ഡൗൺ ആവുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു, പിന്നെ നമ്മൾ ഓൾറെഡി നമ്മൾ ഇത്രയും എത്തി, ഇനി നമ്മൾ ബാക്കിലോട്ട് പോകുന്ന ചിലപ്പോൾ ഇനി ഒരു ചാൻസും കൂടെ ഉണ്ടല്ലോ, നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം. ഒരു മെന്റാലിറ്റി നമ്മൾ വെച്ച് ജസ്റ്റ് ട്രൈ ചെയ്തു. അങ്ങനെ അന്ന് ഞാൻ ഡൗൺ ആയി പോയിരുന്നെങ്കിൽ ഇരിക്കില്ല. അതായത് നമുക്ക് നെഗറ്റീവ് വരും, എന്നാൽ കൂടി അത് കുറച്ചുകൂടെ ടൈം ഒന്ന് സ്പെൻഡ് ചെയ്താൽ ചിലപ്പോൾ കിട്ടും എന്നുള്ള ഒരു ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കിട്ടും. പിന്നെ അത് മാത്രമല്ല, ഈ എക്സാമിന് നമ്മൾ എന്ത് എഫേർട്ട് ഇട്ടാലും ഒരു എപ്പോഴും ലോ ഇൻവെസ്റ്റ്മെന്റിൽ വലിയൊരു ഔട്ട്പുട്ട് കിട്ടുന്നതാണ്. ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു എക്സാം ക്ലിയർ ചെയ്ത് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വലിയൊരു നമ്മുടെ ലൈഫ് തന്നെ അങ്ങ് മാറിപ്പോവാണ്. ആ ഒരു വിശ്വാസമാണ് പിന്നെ അതിനകത്ത് ഇരുത്തുന്നത്. ബാക്ക്ഗ്രൗണ്ട് പറയോ? അതായത് ഏതാ പഠിച്ചത്? ഡിഗ്രി ഒക്കെ ഏതായിരുന്നു? ഞാൻ +2 കൊമേഴ്സ് ആയിരുന്നു. അത് കഴിഞ്ഞ് മെക്കാനിക്കൽ സ്ട്രീം ITI മെക്കാനിക്കൽ പഠിച്ചു. അതിനുശേഷം ഞാൻ ഡിഗ്രി ഗ്രാജുവേഷൻ, പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ MBA ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാനൊരു കോർപ്പറേറ്റ് കമ്പനി, അതായത് ഒരു ബാങ്കിൽ ജോബിന് കയറി, പ്രൈവറ്റ് ബാങ്കിൽ ജോബിന് കയറി. അങ്ങനെ ഒരു വർഷത്തോളം പ്രൈവറ്റ് ബാങ്കിൽ ജോബ് ചെയ്തു. ഇപ്പൊ പ്രൈവറ്റ് ഫീൽഡിൽ കുറെ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ അതിനുശേഷമാണ് ഇങ്ങനെ ഒരു ഗവൺമെന്റ് ജോബ് വേണമെന്ന് തോന്നിയത്. അങ്ങനെ തോന്നാനുള്ള റീസൺ എന്താ? അതിന്റെ ഒരു ജോബ് സെക്യൂരിറ്റി ആണോ? എന്താണ് ഫീൽ ചെയ്തത്? ഈ ഒരു ഗവൺമെന്റ് ജോബ് വേണമെന്ന് മെയിൻ ആയിട്ട് ജോബ് സെക്യൂരിറ്റി ആണ്. ജോബ് സെക്യൂരിറ്റി. പിന്നെ പ്രൈവറ്റ് ബാങ്കിൽ നമുക്ക് പ്രഷർ, അത് നമ്മളെ സീനിയർ പ്രഷർ ഉണ്ടാവും, പക്ഷെ അവിടെ ഒരു ജോബ് സെക്യൂരിറ്റി ഇല്ലാന്ന് മനസ്സിലായി. നമ്മളെ സീനിയർ ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ കാണുമ്പോൾ അവർക്ക് സേഫ് അല്ല, അവരും ലൈഫ് അത്ര അച്ചീവ് ചെയ്തിട്ടില്ല, നമുക്കൊന്ന് മാറി ചിന്തിക്കാം എന്നുള്ളൊരു മെന്റാലിറ്റി ഞാൻ ചിന്തിച്ചു. അപ്പൊ പിന്നെ അത് മാത്രമല്ല, എനിക്കൊരു യൂണിഫോമിനോട് ഒരു പാഷൻ ഉണ്ടായിരുന്നു. യൂണിഫോം അതായത് കാണുമ്പോൾ നമുക്ക് അതിനോട് റെസ്പെക്ട്, പിന്നെ അതിനോട് താല്പര്യം, അതാണ് മെയിൻ ആയിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് കിടക്കാനുള്ള മെയിൻ കാരണം. ചെറുപ്പം തൊട്ടേ യൂണിഫോമിനോട് താല്പര്യമുണ്ട്. ഓക്കെ. MBA കഴിഞ്ഞു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ MBA കഴിഞ്ഞ് എന്തെങ്കിലും ഒരു ബിസിനസ് എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. കാരണം MBA ചെയ്തിട്ട് ഒരാളെ ഒന്നും ചെയ്തില്ല എന്ന് പറയില്ല, എന്തൊക്കെ ചെയ്തു എന്ന് പറയും, അതും കൂടി ഒന്ന് ഷെയർ ചെയ്യണം. ഇപ്പോൾ പറയുകയാണെങ്കിൽ നമുക്കിവിടെ മഞ്ചേരി തന്നെ നമുക്ക് ക്ലൗഡ് കിച്ചൺ ഉണ്ട്, ചെയ്യുന്നുണ്ട് ബിസിനസ്. ഞാനിവിടെ മഞ്ചേരി വരുമ്പോൾ തന്നെ നമുക്ക് ചെറിയ ചെറിയ ബിസിനസ്സുകൾ പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ നമുക്ക് പഠിക്കുമ്പോൾ ഇൻകം, അതെ അതെ, ഫിനാൻഷ്യലി നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണം. ഇവിടെ ഹോസ്റ്റലുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്, ഇവിടെ നമ്മളെ ഹോസ്റ്റൽ നമ്മൾ സ്വന്തമായിട്ട് എടുത്ത് നടത്തുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ബിസിനസ്സുകളുടെ ഇൻകം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് സൈഡൊക്കെയുള്ള കലാപരിപാടികളൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പൊ നാട് മഞ്ചേരി തന്നെയാണോ അതോ? നാട് വെള്ളിനേരി, ചെറുപ്പളശ്ശേരി. അപ്പൊ ഇപ്പൊ ഇവിടെ വന്ന്
അതെ, ഇവിടെ ഞാൻ ആക്ച്വലി വന്നപ്പോൾ ഹോസ്റ്റലിൽ അടുത്തുണ്ടായിരുന്നു. ഹോസ്റ്റലിൽ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൻ്റെ കൂടെ ഹോസ്റ്റലിൽ നിന്ന് ഒരു 1 year ഒരു 6 month കോഴ്സാണ് ഇവിടെ എടുത്ത്. 6 month ഞങ്ങൾ ഇവിടെ റീഡിങ് എല്ലാം ഒരു ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നത്. ഈ 6 month നമുക്ക് ഇവിടെ റീഡിങ്ങിനായിട്ടും ക്ലാസ്സിന് വന്നു, പിന്നെ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്തു. ഓക്കെ, എങ്ങനെയുണ്ട് ഒരു പഠിത്തമൊക്കെ? നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഒരു ഒരുമിച്ചുള്ള പഠിത്തം അതോ ഒറ്റയ്ക്കായിട്ടുള്ള പഠിത്തം? ഞാൻ കോളേജ് പഠിച്ചു കഴിഞ്ഞ് വന്നതിന് ശേഷം വീണ്ടും ഒരു പഠനം ഒരു അത്യാവശ്യം സ്ട്രെസ്ഫുൾ ഇല്ലാതെ തന്നെ എൻജോയ് ചെയ്ത് പഠിക്കുക. ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും സർക്കിളിൽ പഠിക്കുക, എല്ലാവർക്കും ജോബ് കിട്ടുന്നു. ഒരു കമ്പനി അടിച്ച് നടക്കുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ പഠനവും വിടുന്നില്ല. പഠനത്തിന് ഫോക്കസ്, പഠിക്കുന്ന സമയം നമ്മൾ പഠിക്കുന്നു, എൻജോയ് ചെയ്യുന്ന സമയത്ത് എൻജോയ് ചെയ്യുന്നു. രണ്ടും കൂടെ പോകുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് പോകുന്നു. ഒരു ദിവസം എത്രയൊക്കെ ടൈം പഠിച്ചിട്ടുണ്ട്? അല്ലെ ജസ്റ്റ് അറിയാൻ വേണ്ടിട്ട് ചോദിക്കാണ്. നമ്മള് ആക്ച്വലി ഒരു രാവിലെ ഒരു 5 മണിക്ക് നീച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കളിക്കാൻ പോകും, കളിക്കാൻ പോകും, കളി കഴിഞ്ഞ് വീണ്ടും വരും, പഠിക്കും. പിന്നെ ക്ലാസ്സുള്ള സമയത്ത് ഈസിൽ വരുന്ന സമയത്ത് ഈസിൽ ക്ലാസ്സിൽ വരും. വൈകിട്ട് പിന്നെ നമുക്ക് ഇവിടെ റീഡിംഗ് ഫെസിലിറ്റി ഉള്ള സമയത്ത് നമ്മൾ ഇവിടെ തന്നെ റീഡിങ്ങിന് ഇരിക്കും രാത്രി. അങ്ങനെ ജസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, എയ്സിലെ ഫാക്കൽറ്റി അല്ലെങ്കിൽ എയ്സിന്റെ മെറ്റീരിയൽ ഇതിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് പറയാവോ? എയ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്കിത് കിട്ടാനുള്ളൊരു കാരണം സത്യം പറഞ്ഞാൽ എയ്സാണ്. അത് ഞാൻ ഓപ്പണായിട്ട് പറയാം. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വരാൻ തന്നെ വന്നപ്പോഴാണ് നമ്മളിവിടെ ഇവിടുത്തെ കൾച്ചർ എൻ്റെ ഒരു ഡിഫറെൻ്റ് ആണ്. കാരണം എല്ലാവരും റീഡ് ചെയ്യുന്നു, പഠിക്കുന്നു, കളിച്ച് നടക്കുന്നില്ല, പഠിക്കുന്ന സമയത്ത് പഠിക്കുന്നു. നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ഇതിലോട്ട് പോകും, ഇങ്ങനെ തന്നെ പോകുന്നുണ്ട്. നമുക്ക് പുറത്തു പോകാൻ തോന്നുന്ന സമയത്ത് ഇവരെല്ലാവരും പഠിക്കും, നമ്മളും പഠിക്കാനുള്ള ഒരു മൈൻഡ് നമുക്ക് വരുന്നു. അത്ര സ്ട്രെസ് ഇല്ലാത്ത രീതിയിൽ പഠിക്കാം. അതെ അതെ. വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് പറയുമോ? വീട്ടില് അമ്മ, അച്ഛൻ, പിന്നെ പെങ്ങള്. അനിയത്തി ഇവിടെ പഠിക്കുന്നുണ്ട് അല്ലേ? എനിക്കറിയാം, പഠിക്കും. വീട്ടിലെ എല്ലാവരുടെയും സപ്പോർട്ട് എന്ന് പറയോ? വീട്ടില് പെങ്ങള് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവളാണ് ഒരുപാട് കൂടുതൽ മെന്റലി നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. വീട്ടിൽ നിന്ന് പെങ്ങള് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ അടുത്ത ആഴ്ചയായിട്ട് നാട്ടിൽ പോയി തോന്നുന്നുണ്ട് അല്ലേ? പറഞ്ഞിരുന്നു എൻ്റെ അടുത്ത്. പിന്നെ ഇതിൽ മെയിൻ ആയിട്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഒരു ഫ്രണ്ട്സ് സർക്കിൾ ഉണ്ട്. ഞങ്ങൾ 5 പേര് ഫ്രണ്ട്സ് ഉണ്ട്. അവരാണ് ഞങ്ങൾ മെയിൻ ആയിട്ട് സപ്പോർട്ട്, ഫിനാൻഷ്യൽ സപ്പോർട്ട് ചെയ്യുന്നതും ഒരുപാട് മെന്റലി ആണെങ്കിലും അവർ തന്നെ സപ്പോർട്ട് ചെയ്തിട്ട്. നമ്മൾ പാരന്റ്സ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടിനേക്കാൾ ഒരു വലിയൊരു കാര്യം ഫ്രണ്ട്സിന്റെ സപ്പോർട്ട്. കാരണം നമ്മൾ പാരന്റ്സിന്റെ അടുത്ത് നമുക്ക് എല്ലാം ഷെയർ ചെയ്യാം, പക്ഷെ ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഷെയർ ചെയ്യുന്നതിന് നമുക്കൊരു ആത്മാഭിമാനക്കുറവും ഒന്നും ഇല്ലായിട്ടല്ല, എന്നാൽ കൂടി അത് നമുക്ക് നമ്മുടെ ഉള്ളിൽ എന്താണെങ്കിലും വരും. പക്ഷെ ഫ്രണ്ട്സിന്റെ അടുത്ത് നമുക്ക് എന്തും പറയാം അല്ലേ? എന്റെ ഫ്രണ്ട്സ് ഫിനാൻഷ്യലി എടുത്തു പറയുന്ന സജില്, രാകേഷ്, സിയാദ്, നിതിൻ, അങ്ങനെ 4 ഫ്രണ്ട്സ് ഉണ്ട്, ശരത്ത്, അങ്ങനെ ഇവരൊക്കെയാണ് ഫിനാൻഷ്യലി പഠിക്കാൻ എന്തായാലും ഫിനാൻഷ്യലി കുറച്ച് ആവശ്യങ്ങൾ വരുമല്ലോ. മെന്റലി ആണെങ്കിലും കുറച്ച് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ, പഠിച്ചോടാ നീ പഠിച്ചോ അങ്ങനെല്ലാം ചെയ്തത് ഇവർ എന്റെ ഫ്രണ്ട്സ് ആണ്. അതുപോലെ വീട്ടിലെ അമ്മയും അച്ഛനാണെങ്കിലും പെങ്ങളാണെങ്കിലും ഇവരും ഇതേപോലെ സപ്പോർട്ട് ചെയ്യുന്നു. ശ്രീരേഖ എനിക്കറിയാം, ശ്രീരേഖ നല്ലോണം വർക്ക് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. അത് പ്രത്യേകം പറയണം, കാരണം നമുക്ക് കുറേ സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ചില ആൾക്കാരെ പ്രത്യേകം നോട്ട് ചെയ്യാമല്ലോ. പിന്നെ ഇപ്പോൾ ഫ്രണ്ട്സ് ഇവരും എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ അതോ വർക്ക് ചെയ്യുന്നത്? അവരൊക്കെ വേറെ ഫീൽഡിലാണ്. അപ്പോൾ ഇയാളെങ്കിലും ഒന്ന് പഠിച്ച് രക്ഷപ്പെടട്ടെ എന്നുള്ള ചിന്ത, രക്ഷപ്പെട്ടിട്ട്. ഓക്കെ, അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പം കുറേ എക്സാംസ് എഴുതി, പിന്നെ അത് മാത്രമല്ല അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ബിസിനസ്സായിട്ട് നോക്കി, അതിൻ്റെ ഇടയ്ക്ക് വേറെ കുറേ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ ഇപ്പോൾ നമുക്ക് എപ്പോഴാണെങ്കിൽ ഇപ്പം സപ്പോസ് BSF ഇപ്പോൾ കിട്ടാതെ നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ ഇത് ഭയങ്കര ടെൻഷനുള്ള ഒരു അവസ്ഥ കൂടിയാണ്. കാരണം ഞാൻ അത് പഠിച്ചു, ഡിഗ്രി പഠിച്ചു, BBA പഠിച്ചു, MBA പഠിച്ചു, പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ബിസിനസ്സൊക്കെ നോക്കുന്നുണ്ട്, ഒന്നും സക്സസ് ആയിട്ടില്ല. പക്ഷെ അതിൽ നിന്നൊക്കെ ഇങ്ങോട്ട് രക്ഷപ്പെട്ട് ഇപ്പോൾ BSF കിട്ടിയെന്നുള്ളൊരു ഫീലും ഉണ്ട്. അപ്പോൾ അത് നേടിയെടുക്കാൻ കണ്ട ഒരു എന്താ പറയുക, ഉള്ളിൽ നിന്ന് വന്ന ഒരു ധൈര്യമോ അല്ലെങ്കിൽ ആരാണ് അതിനുള്ള ഒരു ധൈര്യം തന്നത് ഒന്ന് പറയാൻ പറ്റുമോ? സത്യമായിട്ടും ഫ്രണ്ട്സ് തന്നെയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇവർ തന്നെയാണ് എന്റെ സപ്പോർട്ട് തരുന്നത്. അതാണ്, ഈ ബിസിനസ്സിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും പൈസ ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പഠിക്കാനാണെങ്കിൽ പോലും ചില ഫീസ് അടക്കാനാണെങ്കിൽ ബുദ്ധിമുട്ട്. സപ്പോർട്ട് ആയിട്ടുള്ള ഫ്രണ്ട്സ്, സജിൽ എന്ന് പറയുന്ന ഫ്രണ്ട്സ്, പിന്നെ പഠിച്ചാൽ കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ അത് എനിക്ക് ഉണ്ടായിരുന്നു, ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പം ഇതിന് മുന്നേ 2 തവണ നമുക്ക് നേരത്തെ എന്തോ ഫിസിക്കൽ എന്തോ പിന്നെ മെഡിക്കൽ, അപ്പോഴൊക്കെ ആണെങ്കിലും ഒരു ടെൻഷൻ വന്നില്ലായിരുന്നു അല്ലെ? ചോദിക്കുക ഉണ്ടായിരുന്നു. അപ്പൊ 3ാമത്തെ ഒരു അറ്റംപ്റ്റ് നടത്തുമ്പോൾ അതെന്താ ഉറപ്പുള്ളതാണ്. റിജക്റ്റ് ആവുന്ന സമയത്ത് നമ്മൾ ഡൗൺ ആവും, എന്തായാലും നമ്മൾ മൊത്തത്തിൽ ഡൗൺ ആവും.
പക്ഷെ ഞാൻ അന്ന് അവിടെ അവസാനിപ്പിച്ചിരുന്നെങ്കിൽ പക്ഷേ അല്ല ഇത് ഒരിക്കലും കിട്ടില്ല. അപ്പം നമുക്ക് ഒരു കാര്യം വെച്ചാൽ ഇത് എന്തായാലും കിട്ടുന്നില്ല, മാക്സിമം ട്രൈ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതൊക്കെ നമുക്ക് ചെയ്യുന്നതൊക്കെ മാക്സിമം ചെയ്യാം. കാരണം പിന്നെ ഔട്ട്പുട്ട് എന്താണെന്നില്ല അവരെ നോക്കാന്നുള്ള രീതിയിൽ അത് വലിയൊരു നല്ല മൈൻഡ് സെറ്റ് തന്നെയാണ്. ശ്രീജിത്ത് ഇപ്പോൾ അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നോ? എങ്ങനെ? മെയിൽ വന്നിട്ടുണ്ട്. അപ്പം മെയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ജോലി കയ്യിൽ കിട്ടിയ ഒരു ഫീലാണ്. അപ്പോൾ ഇതിന് മുന്നത്തെ ഫീൽ, അതായത് നമുക്കിപ്പം എക്സാം ഒന്നും ക്വാളിഫൈ ചെയ്യാത്ത ടൈമോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞിട്ടുള്ള ഫീൽ നമ്മളുടെ വ്യത്യാസം ഒന്ന് പറയാൻ പറ്റുമോ? അതാണ് എല്ലാവരും കേൾക്കാൻ ഭയങ്കര ആഗ്രഹിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. എനിക്ക് തന്നെ ഒരു സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. നമ്മള് ഇപ്പൊ മെസ്സേജ് അയക്കാത്തവര് മെസ്സേജ് അയച്ച് എനിക്ക് അതുപോലെ ജസ്റ്റ് എല്ലാവരും നാട്ടിലെല്ലാവരും റെസ്പെക്റ്റോടെ നോക്കുന്നുണ്ട്. എന്താ ചെയ്യുന്നതെന്ന് അറിയില്ല, ജോബ് കിട്ടിയപ്പോ അതിന്റെ ഒരു ഇതോടെ നോക്കുന്നു. അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു അത് ഒരൊറ്റ എക്സാം കാരണമാണ് മൊത്തം ഇത് മാറിയത് അല്ലേ? അത് വലിയൊരു കാര്യം തന്നെയാണ്. ട്രെയിനിങ് ഒക്കെ എവിടെയായിരിക്കും? എനിക്ക് ഡൽഹിയിലാണ് വരുന്നത്. ട്രെയിനിങ് എത്ര ടൈമാണ് ഉണ്ടാവുക? 9 മാസം ട്രെയിനിങ്, അതിൻ്റെ കൂടെ സാലറി ഉണ്ട് അല്ലേ? സാലറി ഉണ്ട്. 9 മാസം ട്രെയിനിങ് അതിൻ്റെ സാലറി. അത് 9 മാസം കഴിഞ്ഞിട്ടാണോ ഇനി വീട്ടിൽ വരാൻ പറ്റുമോ? അതോ ലീവ് ഉണ്ട്? പിന്നെ 9 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ അപ്പോയിന്റ് ചെയ്യും. ലീവ് ഉണ്ടാവും. ഓക്കെ. പ്രിപ്പറേഷൻ സമയത്ത് എങ്ങനെയാ സിനിമക്ക് പോവുക അല്ലെങ്കിൽ സിനിമ കാണുക, കല്യാണത്തിന് പോവുക, അങ്ങനെയൊക്കെ ചെയ്തിരുന്നു? അതോ അതെല്ലാം കൂടെ നടന്നിട്ടുള്ള ഒരു പഠനമോ? ലിമിറ്റഡ് ആണ്. നമ്മൾ വേണ്ടപ്പെട്ട കല്യാണങ്ങൾക്കും അല്ലെങ്കിൽ സിനിമയാണെങ്കിലും പണ്ട് ഞാൻ നല്ല സിനിമയ്ക്ക് വരുന്നു. ഇപ്പോൾ സിനിമയാണെങ്കിലും കുറച്ച് സമയം പഠിക്കുന്ന സമയം മാക്സിമം അതായത് പ്രയോറിറ്റി ഒന്ന് സെറ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് ഇതെങ്ങാനും കയറണം എന്നുള്ള ചിന്തയിൽ പ്രയോറിറ്റി ഒന്ന് സെറ്റ് ചെയ്തു. പൊതുവെ എങ്ങനെയാ, ഭയങ്കര സീരിയസ് ആയിട്ടുള്ള പേഴ്സൺ ആണോ അതോ കുറച്ച് കൂളായിട്ടുള്ള ആണോ? മീഡിയം ആയിട്ടുള്ള പോകുന്നത്, അതായത് എല്ലാ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോകുന്നത്. എൻജോയ്മെന്റ്, സിനിമ, കൂട്ടുകാരുടെ കൂടെ കറങ്ങാൻ പോകുന്നുണ്ട്. അതിന്റെ കൂടെ പഠനത്തിന്റെ സമയത്ത് നമ്മൾ പീക്കായിട്ട് പഠിക്കുക. അല്ലാത്ത സമയം ഇതിപ്പോ ലാസ്റ്റ് അറ്റംപ്റ്റ് ആണോ അതോ? ലാസ്റ്റ് അറ്റംപ്റ്റ് ആണ്. അപ്പൊ അതിന് കുറച്ചും കൂടി സീരിയസ് ആയിട്ട് ഉണ്ടായിരുന്നു. കാരണം ഇതെങ്ങാനും പോയി കഴിഞ്ഞാൽ ഇനി അടുത്ത തവണ നമുക്ക് പറ്റില്ല എന്നുള്ളൊരു നല്ലൊരു ബോധം ഉണ്ടായിരുന്നു അല്ലേ? ശ്രീജിത്ത്, ഒരുപാട് ആൾക്കാർ ഇപ്പോൾ SSC GD എയിം ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഈ അടുത്ത എക്സാം വരുന്നുണ്ട്. ഇനിയിപ്പോൾ 2026 കലണ്ടർ റിലീസ് ചെയ്തിട്ടുണ്ട്. അത് 2027 അതിൻ്റെ എക്സാം നടക്കുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ശ്രീജിത്ത് ഇപ്പോൾ 2-3 തവണ എഴുതി ഫെയിലായിട്ടുണ്ട്, പക്ഷേ ഇതിപ്പോൾ നേടി. ഇപ്പം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളോട് എന്താണ് ശ്രീജിത്തിനോട് പറയാനുള്ളത്? ഒന്ന് പറയോ? എക്സാമിന്റെ സമയത്ത് നമ്മൾ മാക്സിമം പഠിക്കുക. ടൈം എന്ന് പറഞ്ഞ സംഭവം ഇതിലില്ല, കുറവാണ്. നോട്ടിഫിക്കേഷൻ വന്ന 2 മാസം 3 മാസം നമുക്ക് കറക്റ്റ് കിട്ടുന്നുണ്ടാവുള്ളൂ. ആ ഒരു ടൈം പ്രോപ്പറായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക പഠിക്കാനായിട്ട് തന്നെ. വേറൊരു പരിപാടിക്കും പോവാതെ പഠിക്കുക. അതിനുശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫിസിക്കലി എല്ലാ കാര്യങ്ങളും നോക്കാം. നമുക്ക് എത്ര മാർക്ക് കിട്ടും നമുക്ക് എക്സാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ധാരണ ഉണ്ടാവും. അപ്പൊ അത് മാക്സിമം ഉള്ള ടൈം നമ്മൾ മാക്സിമം പഠിക്കാൻ നോക്കും. പിന്നെ ഒരു ഇതിൽ പോയാലും ഒരു എക്സാം കിട്ടിയില്ല, അടുത്ത കൊല്ലം ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം എനിക്ക് ലാസ്റ്റ് ചാൻസിലാണ് കിട്ടുന്നത്. മാക്സിമം നമ്മൾ ഉള്ള ചാൻസ് യൂസ് ചെയ്യുക. ഇനി ഇൻ കേസ് ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ ഏജ് നമ്മൾ നോക്കില്ല റിഗ്രറ്റ് വരരുത്. അത് കഴിഞ്ഞ് വേറെ എന്തെങ്കിലും പരിപാടി നോക്കാമല്ലോ. അതുവരെ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യാന്നാണ് പറയുള്ളൂ. ഒരു കൊല്ലം കിട്ടിയില്ല ഇതൊന്നും പോവാതെ മുന്നിലോട്ട് ഒരു കൊല്ലം നമ്മൾ ട്രൈ ചെയ്ത് നന്നായി പഠിച്ച് അടുത്ത കൊല്ലത്ത് നോക്കുക എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് 1-2 തവണ കിട്ടിയില്ലെങ്കിലും നമ്മുടെ അപ്പർ ഏജ് ലിമിറ്റ് എന്നാണോ ആവുന്നത് അതുവരെ ട്രൈ ചെയ്യണം. പിന്നെ ശ്രീജിത്ത് പറഞ്ഞൊരു വലിയൊരു കാര്യം, SSCൻ്റെ എല്ലാ എക്സാംസും എസ്പെഷ്യലി GD ആണെങ്കിലും നമുക്ക് എക്സാം എഴുതി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഏകദേശം എത്ര മാർക്ക് ഉണ്ടാവും. അവിടെ നിന്ന് വിട്ടിട്ട് അങ്ങ് ഫിസിക്കലി കുറച്ച് കാര്യമായിട്ട് നോക്കിയാലും മതി, അത് ക്ലിയർ ആയി പോകുന്നതാണ് പറയുന്നത്. സമയമുണ്ട്. ആ 6 months തന്നെ മതി നമുക്ക് ഫിസിക്കലി റെഡി ആക്കാൻ. അതായത് ആദ്യം പ്രിപ്പയർ ചെയ്യുന്ന ആൾ മനസ്സിലാക്കണം എനിക്ക് എക്സാം ആണോ പാട് ഫിസിക്കൽ ആണോ പാട് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. അതിനനുസരിച്ചിട്ട് വേണം ട്രൈ ചെയ്യാൻ. ശ്രീജിത്തിനെ കുറിച്ചിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം വെച്ചാൽ ശ്രീജിത്ത് എന്തൊക്കെ റോള് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു റോളും ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞിട്ടില്ല. പഠിക്കാൻ ഡിഗ്രിക്ക് പോയി എന്തൊക്കെ MBA ചെയ്യണേ അത് ചെയ്തു, പിന്നെ ബിസിനസ് ചെയ്യണേ അതാണ് ചെയ്യണമെങ്കിൽ അത് ഞാൻ ചെയ്യാം. ഇനി അതല്ല ഇനിയിപ്പോൾ എക്സാം ആണല്ലോ എന്നുള്ളത് എക്സാമിനും പഠിച്ചു. അപ്പം എക്സാമിന് വന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ 6 month കോഴ്സ് എടുത്തു, പിന്നെ റീഡിങ്ങിന് വന്നു. ആരാണ് എയ്സ് സജസ്റ്റ് ചെയ്തതെന്ന് പറയോ? എനിക്ക് ഒരു കൂട്ടുകാരുണ്ടായിരുന്നു, അവൻ രാഹിൽ പേര് വരുന്നത്. അവനാണ് എന്നെ
വിളിച്ച് കോണ്ടാക്ട് ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടടാ നമുക്ക് പോയി നോക്കല്ലേ പഠിച്ചോക്കല്ലേ എന്നിട്ടാണ് അങ്ങനെയാണ് ഞാൻ ഇവിടെ എയ്സിലോട്ട് എത്തുന്നത്. അങ്ങനെ അവനാണ് എന്നെ എയ്സ് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങൾ അങ്ങനെ വന്നു, 6 മാസത്തെ ബാച്ച് ജോയിൻ ചെയ്തു. അപ്പൊ സത്യം പറഞ്ഞാൽ എനിക്ക് അപ്പൊ ബേസ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ബേസ് ഒക്കെ ഇവിടെ നിന്ന് അത്യാവശ്യം കുറച്ച് 6 മാസം കൊണ്ട് എനിക്ക് കിട്ടി. അപ്പൊ ഞാൻ 6 മാസം കൊണ്ട് നമ്മളിവിടെ ബാച്ച് എക്സാം കഴിഞ്ഞ് പോവാതെ വീണ്ടും ഞാൻ ഇവിടെ തന്നെ നിന്നു, ഹോസ്റ്റൽ എടുത്ത് ഇവിടെ തന്നെ സ്റ്റേ ചെയ്ത് നിന്നു. അപ്പൊ നമുക്കിവിടെ അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇവിടെ റീഡിങ്ങിന്റെ ഒരു ഫെസിലിറ്റി ഉണ്ട്. റീഡിങ് അതായത് 24 hours നമുക്ക് റീഡിംഗ് ഫെസിലിറ്റി ഉള്ളത് അതെനിക്കൊരു ബെനിഫിറ്റ് ആണ്. അതായത് പ്രത്യേകിച്ച് നിങ്ങൾ എന്തെങ്കിലും വർക്ക് ചെയ്യുകയാണെങ്കിലും വൈകുന്നേരം വന്നിട്ട് അപ്പൊ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ എന്തെങ്കിലും ജോബോ അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ട് ടൈം ജോബിന് പോയാലും നമുക്ക് രാത്രി വന്നിരുന്ന് പഠിക്കാമല്ലോ അങ്ങനെയുള്ള ഒരു ബെനിഫിറ്റ്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഇവിടെ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത്. ഞാൻ ചില ദിവസങ്ങളിൽ ഡെലിവറി ജോബിന് പോയിട്ടുണ്ടായിരുന്നു പഠിക്കുന്ന ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത്. അപ്പൊ ചിലപ്പോൾ അങ്ങനെ പകൽ വർക്കിന് പോയി രാത്രി ഇവിടെ വന്നിരുന്ന് റീഡിംഗ് ഫെസിലിറ്റി ഉണ്ടായിരുന്നുണ്ട്, അത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് അതാണ് മൊത്തത്തിൽ എനിക്ക് ഏറ്റവും വലിയ. ഇപ്പോൾ ഒരു കാര്യം വെച്ചാൽ നമുക്ക് ഒരു ഹാർഡ് വർക്ക് ചെയ്യണം എന്നുള്ള ഒരു മെന്റാലിറ്റി കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏർണിങ്സ് കിട്ടുമ്പോൾ അത് മതിയെന്ന് വിചാരിച്ച് നിൽക്കാതെ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇപ്പോൾ ഈ ഒരു ജോലി എന്താണെങ്കിലും വേണമെന്നുള്ളതുകൊണ്ടാണ് കുറച്ച് റിസ്ക് എടുത്തിട്ട് ഇവിടെ നിന്നത്. ശ്രീജിത്തിനോട് ഇത്ര നേരം സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മൾ SSC GD എന്ന് പറഞ്ഞിട്ടുള്ളൊരു എക്സാം അത് ക്വാളിഫൈ ചെയ്യാൻ കുറച്ചൊന്ന് മെനക്കെട്ടാൽ മാത്രം മതി. അതായത് ഇപ്പോൾ 6 months ഇവിടെ ഇരുന്ന് പഠിച്ചു, 6 മാസം റീഡിങ്ങിന് എന്ന് പറയുമ്പോൾ വേറെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആ സമയത്ത് പ്രയോറിറ്റി സെറ്റ് ചെയ്ത് ഒന്ന് സിസ്റ്റമാറ്റിക്കായിട്ട് നീങ്ങിയാൽ നമുക്ക് ക്വാളിഫൈ ആവാൻ പറ്റുന്ന ഒരു എക്സാം മാത്രമാണത്. പിന്നെ വലിയൊരു മൈൻഡ് സെറ്റും ഉണ്ട്, കാരണം ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് മാത്രമാണ് ഒരുപാട് റോൾ ലൈഫിൽ ചെയ്ത് ഇതെന്താണെങ്കിലും കിട്ടണം എന്നുള്ളൊരു ചിന്ത കൊണ്ട് മാത്രമാണ് അത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ എന്നെക്കാൾ ഡിഗ്രി ഉള്ള ഒരാളാണ് ഇവിടെ ഇരിക്കുന്നത്. അതിൽ എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല, ഭയങ്കര സന്തോഷമുണ്ട്. ഇത്രയും നേരം നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തതിൽ വളരെയധികം നന്ദി പറയുന്നുണ്ട്. ശ്രീജിത്ത് ഇനി ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ.